ആദ്യം തന്നെ പറയാം കേട്ടോ, ഇതെൻ്റെ റെസിപ്പി അല്ല, ഇതെൻ്റെ ഫ്രണ്ട് റോസിക്കുട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാനൊരു വീഡിയോ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇടിച്ചക്കയും കൊള്ളും കൂടെ ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ വീഡിയോയിൽ ചക്ക പറിക്കലാണ് വീഡിയോ, മുറിക്കൽ വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ ചക്ക പറിക്കാൻ വേണ്ടി വലിയ കാട്ടിലൊക്കെ കയറി കത്തിയൊക്കെ എടുത്തിട്ട്, പക്ഷേ ആ ചക്ക ഒന്നിങ്ങനെ പോക്കുമ്പോഴത്തേനും അത് അവിടെ നിന്ന് വിട്ടു വന്നു. പിന്നെ വീഡിയോയ്ക്ക് അല്ലേന്നും പറഞ്ഞ് ജസ്റ്റ് കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കി പുള്ളി ചക്കയൊക്കെ മുറിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഒരു പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ചക്ക ഒരു നമ്മൾ പകുതി അളവിലും വലുപ്പത്തിൽ സാധാരണ ചെയ്യാറിലേക്ക് നല്ല വലുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ഇഡ്ഡലി ചെമ്പിൽ ഒന്ന് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ അതിൽ പെറുക്കി വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മതിയാവും, വെന്ത് കിട്ടും കേട്ടോ. ആ ഗ്യാപ്പിൽ കുറച്ച് ചെറിയുള്ളിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി ഇവിടെ ചക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം ഈ കാണുന്നത് പോലെ ഒന്ന് കൈ കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. മിക്സിയിലും അമ്മിയിലൊന്നും കൊണ്ടിടണ്ട. അപ്പോൾ ഇങ്ങനെ ചതയാതെ ആ ചുളകളെല്ലാം നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതും നേരത്തെ ചതച്ചെടുത്തിട്ടുള്ളതും ഉള്ളിയും കറിവേപ്പിലയും ഒരു 1.5 ടീസ്പൂൺ പൊടിയിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് ഒരു കൈപ്പിടി അളവ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ചെടുത്തിട്ടുള്ള ചക്ക അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത കൊള്ളാണ് കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് കൊള്ളു വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൊള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ റോസിക്കുട്ടി പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.